morning, guys. Good morning. Day 2 of Mumbai trip. ഇത് നമ്മൾ എവിടെയാ പോകുന്നത്? നമ്മൾ മുംബൈയിലെ കുറെ ഫേമസ് സ്ഥലങ്ങൾ കാണാൻ പോവാണ്. ഓട്ടോ പിടിച്ച് വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ മെട്രോ സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് അന്തേരിയിലോട്ടേക്ക് ടിക്കറ്റ് എടുത്തു. അന്തേരി റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും നിയർ ബൈ ആണ്, ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ്. അന്തേരിയിൽ നിന്ന് ചർച്ച് ഗേറ്റിലേക്ക് ടിക്കറ്റ് എടുത്തു. അതൊരു ലോക്കൽ ട്രെയിൻ ജേർണിയാണ്. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ചിലാണ്. ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് കോച്ച് ഒക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങളെടുത്ത സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ആയിരുന്നു. സോ നെക്സ്റ്റ് സ്റ്റേഷനിൽ ഞങ്ങൾ മാറി സെക്കൻഡ് ക്ലാസ്സിലോട്ട് കയറി. റെയിൽവേ സ്റ്റേഷന് പുറത്ത് തന്നെ ഒരുപാട് ഷെയർ ടാക്സീസ് അവൈലബിൾ ആണ്. പെർ പേഴ്സൺ 30 rupees ആണ് കോസ്റ്റ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ചൂസ് ദാറ്റ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് എലിഫന്റ കേവ്സിലേക്കാണ്. ഒരു ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേവ് ആണ് എലിഫന്റ കേവ്സ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോട്ടിന് വേണം എലിഫന്റ കേവ്സിലേക്ക് പോകാൻ. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താലാണ് എലിഫന്റ കേവ്സിന്റെ എൻട്രൻസിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ബോട്ട് ഇറങ്ങിയതിനു ശേഷം നടന്നിട്ടോ അല്ലെങ്കിൽ ടോയ് ട്രെയിനിലോ എൻട്രൻസിലേക്ക് പോകാവുന്നതാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കേവാണ് എലിഫന്റ കേവ്സ്. ശിവരുമായി ബന്ധപ്പെട്ടാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ശില്പങ്ങളും. അർദ്ധനാരീശ്വരൻ, അന്ധകാരമൂർത്തി, നടരാജൻ എന്നീ ശില്പങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ബസ്സിൽ കയറിയിരിക്കുകയാണ്. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് മുംബൈയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, ഛത്രപതി ശിവാജി ടെർമിനസ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഗവൺമെന്റ് AC ബസ്സുകൾ അവൈലബിൾ ആണ് ഇങ്ങോട്ടേക്ക്. ഇതൊരു ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷനാണ്, ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ. ഈ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ. ഞാൻ ഒരു ബുക്ക് വായിച്ചിരുന്നു, ആൾക്കൂട്ടം. അതിൽ സ്റ്റാർട്ടിങ് തന്നെ ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പം തൊട്ടുള്ള ഭയങ്കരമായ ഒരു ഫാസിനേഷനാണ് എനിക്ക് റെയിൽവേ സ്റ്റേഷൻ കാണണം എന്നുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മുംബൈയിലെ വൺ ഓഫ് ദ ഫേമസ് വടാപാവ് സെന്റർ ഉള്ളത്. ഇന്നത്തെ അടുത്ത ഡെസ്റ്റിനേഷൻ ആണ് ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയം. ഇതൊരു മ്യൂസിയം ആണ്. ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല, ബട്ട് വർത്ത് ആണ് ഇവിടെ വരുന്നത്. ഈ ബിൽഡിംഗ് ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്ന ഏത് ബസ്സിന് കയറിയാലും നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. രസമുണ്ടാ? എന്തൊരഭിനയാ നിന്റെ യാശു. ഇവിടെ എല്ലാരും ഇങ്ങനെയാണ് ഇരിക്കുന്നത്.